പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് സിനിമയിലൊക്കെ ചുറുചുറുക്കുള്ള നായകൻ പെട്ടെന്നൊരു ദിവസം തലവേദന വരുന്നു, ഒരു സ്കാൻ വല്ലതും എടുക്കുന്നു, സ്കാനിങ്ങിൽ ഒരു മുഴ കണ്ടുപിടിക്കുന്നു, ഡോക്ടറെ അടുത്ത് പോകുന്നു, ഓപ്പറേഷൻ ചെയ്യുന്നു, മരിച്ചു പോകുന്നു. പക്ഷേ യഥാർത്ഥ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ബ്രെയിൻ ട്യൂമറുകളെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. തലച്ചോറിലുണ്ടാകുന്ന മുഴകൾ പലപ്പോഴും ആളുകൾക്ക് പലതരത്തിലുള്ള രോഗലക്ഷണങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് തലവേദന. വിട്ടുമാറാതെ നിൽക്കുന്ന തലവേദന, അതുപോലെ തന്നെ വിട്ടുമാറാതെ നിൽക്കുന്ന ഛർദി, ബോധക്കുറവ്, അപസ്മാരം, കൈകാലുകൾക്ക് തളർച്ച എന്നിവയാണ് തലച്ചോറുണ്ടാകുന്ന മുഴകളുടെ പ്രധാന രോഗലക്ഷണങ്ങൾ. അതുപോലെ തന്നെ തലച്ചോറുണ്ടാകുന്ന മുഴകൾ എല്ലാം തന്നെ ക്യാൻസറുകളാവണമെന്നില്ല. അതൊരു സമൂഹത്തിലുള്ളൊരു തെറ്റിദ്ധാരണയാണ്. തലച്ചോറുണ്ടാകുന്ന മുഴകൾ തന്നെ എല്ലാം ക്യാൻസറുകളാണ് എന്നുള്ളത്. തലച്ചോറിൻ്റെ ഒരു പരിശോധന നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തലച്ചോറിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്ന ഒരു സ്ട്രക്ചറാണ് നമ്മൾ തലയോട്ടി എന്ന് പറയുന്നത്. ആ തലയോട്ടിക്കുള്ളിൽ തലച്ചോറിനെ ആവരണം ചെയ്തുകൊണ്ടൊരു പാടയുണ്ട്. അതിനുള്ളിലാണ് നമ്മുടെ തലച്ചോറ് ഇരിക്കുന്നത്. ഈ ആവരണം ചെയ്യുന്ന പാടയിൽ നിന്നോ ഈ തലച്ചോറിനുള്ളിലെ കോശങ്ങളിൽ നിന്നോ, തലച്ചോറിലെ കോശങ്ങൾ എന്ന് പറഞ്ഞാൽ ഗ്ലയൽ കോശങ്ങളുണ്ട്, നാഡീ കോശങ്ങളുണ്ട്, രക്തക്കൊള്ളുകളുണ്ട്, അങ്ങനെ നൂറുകണക്കിന് കോശങ്ങളുണ്ട് തലച്ചോറിൽ. അതിൽ തന്നെ തലച്ചോറിലെ ഗ്ലയൽ കോശങ്ങളിൽ നിന്ന് വരുന്ന മുഴകളാണ് സാധാരണ കാണുന്ന മുഴകൾ. അവയെ ഗ്ലയോമ എന്ന് പറയും. ഈ ഗ്ലയോമ തന്നെ 1 തൊട്ട് 4 വരെ ഗ്രേഡിങ്ങുകളുണ്ട്. അതിൽ 3, 4 ഗ്രേഡിംഗ് എന്നുള്ളത് ഹൈ ഗ്രേഡ് ഗ്ലയോമകൾ എന്നാണ് പറയുന്നത്. അത് ക്യാൻസറുകളാവാൻ സാധ്യതയുള്ള ക്യാൻസറുകളായി തന്നെ പ്രസൻറ്റ് ചെയ്യുന്ന മുഴകളാണ്. 1, 2 ഗ്രേഡിലുള്ള മുഴകൾ ഗ്ലയോമാസ് ക്യാൻസറുകളായിട്ട് പൊതുവേ കണക്ക് കൂട്ടാറില്ല. അതുപോലെ തന്നെ തലച്ചോറിനെ ആവരണം ചെയ്യുന്ന പാടയിൽ നിന്ന് വരുന്ന മുഴകളെ മെനിഞ്ചിയോമ എന്ന് പറയും. ഈ മെനിഞ്ചിയോമ പലപ്പോഴും വളരെ വർഷങ്ങളെടുത്ത് വളർന്നു വന്ന് തലച്ചോറിൽ സമ്മർദ്ദം ഉണ്ടാകുമ്പോഴാണ് തലവേദനയായിട്ട് പ്രത്യക്ഷപ്പെടുന്നത്. അതുപോലെ തന്നെ നമുക്ക് തലച്ചോറിലെ പല ഗ്രന്ഥികളുണ്ട്. പിറ്റ്യൂട്ടറി ഗ്രന്ഥി എന്ന് പറയുന്ന തലച്ചോറിൻ്റെ മുൻഭാഗത്ത് കാണുന്ന ഒരു ഗ്രന്ഥിയാണ്. അതിൽ നിന്ന് വളരുന്ന മുഴകളെ പിറ്റ്യൂട്ടറി അഡിനോമാസ് എന്ന് പറയും. അതും ക്യാൻസറുകളല്ലാത്ത മുഴകളാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, തലച്ചോറിൽ വരുന്ന എല്ലാ മുഴകളും ക്യാൻസറുകളല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതിൽ തന്നെ പല ഗ്രേഡിങ്ങുകളുണ്ട്. ആ ഗ്രേഡ് കൂടിയിട്ടുള്ളവയ്ക്കുള്ളത് ഈ പറയുന്ന രോഗലക്ഷണങ്ങളും ഗുരുതരമായ രോഗലക്ഷണങ്ങൾ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അതായത് ഏത് ഭാഗത്ത് നിന്നാണ് തലച്ചോറിൽ നിന്ന് ഒരു മുഴ ഉണ്ടായി വരുന്നത് എന്നനുസരിച്ച് രോഗലക്ഷണങ്ങളും വ്യത്യാസമായിരിക്കും. പലപ്പോഴും തലച്ചോറിൻ്റെ മോട്ടോർ കോർട്ടെക്സ്, അതായത് കൈകാലുകളുടെ കൺട്രോൾ വരുന്ന ഭാഗം എന്ന് പറയുന്നത് ഈ ഫ്രണ്ടൽ ലോബ് എന്ന് പറയുന്ന തലച്ചോറിൻ്റെ മുൻഭാഗത്തുള്ള ഭാഗമാണ്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന മുഴകൾക്ക് പലപ്പോഴും ആളുകൾക്ക് അപസ്മാരം പോലെയോ അല്ലെങ്കിൽ കൈകാലുകൾക്ക് തളർച്ച വരുന്ന പോലെയോ ഒക്കെയുള്ള പ്രസൻറ്റേഷൻസ് ഉണ്ടാവാറുണ്ട്. ചില ആളുകൾക്ക് ഈ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയിൽ നിന്നുള്ള മുഴകളാണ് വരുന്നതെങ്കിൽ ആളുകൾക്ക് കൂടുതലും കാഴ്ചക്കുറവ്, തലവേദന എന്നീ ലക്ഷണങ്ങളായിരിക്കും സാധാരണ വരുന്നത്. തലച്ചോറിൻ്റെ പുറകിലായിട്ട് ചെവിയുടെ ഉള്ളിലായിട്ട് കാണുന്ന ഭാഗം CP ആംഗിൾ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അവിടെ വരുന്ന ചില മുഴകളുണ്ട്. CP ആംഗിൾ ഷ്വാനോമസ്, നാഡികളിൽ നിന്ന് വളർന്നു വരുന്ന മുഴകൾ. അവയ്ക്കുണ്ടാകുന്ന ലക്ഷണങ്ങൾ പലപ്പോഴും ബാലൻസ് കുറവും കേൾവിക്കുറവും ഒക്കെ ആയിരിക്കും. അപ്പോൾ കാഴ്ചക്കുറവ്, കേൾവിക്കുറവ്, ബലക്കുറവ്, അപസ്മാരം, തലവേദന, ഛർദി എന്നിവയൊക്കെ തലച്ചോറിൻ്റെ മുഴകളുടെ രോഗലക്ഷണങ്ങളാവാം. അപ്പോൾ ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അതിന് ഒരു കൃത്യമായ രോഗനിർണയം നടത്തേണ്ടത് അത്യാവശ്യമാണ്. മൈഗ്രെയിൻ ആണ് എന്ന് വിചാരിച്ചിരിക്കാതെ, അല്ലെങ്കിൽ ഇത് സാധാരണ കാര്യന്ന ടെൻഷൻ കൊണ്ടുള്ള ഹെഡേക്ക് ആണ് എന്ന് വിചാരിച്ചിരിക്കാതെ, ഇങ്ങനെയുള്ള വിട്ടുമാറാത്ത തലവേദനകൾ ഉണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സ്കാനിങ് നമുക്ക് എടുത്തു നോക്കുന്നത് ഇതുപോലുള്ള മുഴകളെ നേരത്തെ തന്നെ കണ്ടുപിടിക്കാൻ സഹായിക്കും. കാരണം നേരത്തെ തന്നെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ചികിത്സ എത്രയും വേഗം നമുക്ക് കൊടുക്കാൻ സാധിക്കും. അതിന് തന്നെ ഈ തലച്ചോറിൻ്റെ കാര്യത്തിൽ നമുക്ക് കൃത്യമായിട്ട് കൂടുതൽ വിശദമായി അറിയണമെന്നുണ്ടെങ്കിൽ MRI സ്കാനാണ് CT സ്കാനേക്കാളും നല്ലതായിട്ട് പറയുന്നത്. അപ്പോൾ MRI സ്കാൻ എടുത്തു കഴിഞ്ഞാൽ ഈ മുഴകളുടെ ഏത് ഭാഗത്താണ് ഉള്ളതെന്നും അതിൻ്റെ എത്രയും ഭാഗങ്ങളിലേക്ക് അത് പടർന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പലപ്പോഴും തലച്ചോറിൽ തന്നെ അല്ലാത്ത മുഴകളും വേറെ ശരീരഭാഗങ്ങളിൽ നിന്നുള്ള മുഴകളും തലച്ചോറിലേക്ക് വ്യാപിക്കാറുമുണ്ട്. അതിന് മെറ്റാസ്റ്റാറ്റിക് ഡിസീസ് എന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ള തലച്ചോറിൻ്റെ മറ്റു ഭാഗങ്ങളിൽ എവിടെയെങ്കിലും ഇതുപോലുള്ള മുഴകൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു MRI സ്കാൻ തന്നെ കൃത്യമായി നമ്മളെ സഹായിക്കും. അപ്പോൾ MRI സ്കാൻ എടുക്കുന്നു, CT സ്കാൻ എടുക്കുന്നു. അപ്പോൾ ഈ രോഗത്തെ കൃത്യമായി നിർണ്ണയിക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ചികിത്സയും നമുക്ക് തീരുമാനിക്കാം. ന്യൂറോ സർജറിയിൽ ഏറ്റവും ആധുനികമായ ചികിത്സാ രീതികളാണ് നമ്മൾ ബ്രെയിൻ ട്യൂമറുകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. അതിനകത്ത് തന്നെ വളരെ പ്രിസിഷനുള്ള മൈക്രോസ്കോപ്പുകളിൽ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന മൈക്രോ സർജറികളാണ് ബ്രെയിൻ ട്യൂമറുകളിൽ നമ്മൾ സാധാരണ കൊടുക്കുന്നത്. അപ്പോൾ ബ്രെയിനിൻ്റെ ആ ട്യൂമറുകളുടെ ചുറ്റുപാടുമുള്ള നാഡീകോശങ്ങളെ കഴിവതും സംരക്ഷിച്ചുകൊണ്ട് അതിൻ്റെ ഫങ്ഷൻ, ബ്രെയിനിൻ്റെ പ്രവർത്തനത്തെ കഴിവതും പ്രിസർവ് ചെയ്താണ്. ട്യൂമർ എടുത്തു കഴിഞ്ഞാൽ പേഷ്യൻറ്റിന് കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാത്ത രീതിയിൽ ട്യൂമറുകളെ മാത്രം പ്രിസൈസായിട്ട് ആ ഏരിയയിൽ മാത്രം പോയി എടുക്കുന്ന രീതിയിലുള്ള ആധുനികമായ ചികിത്സാ രീതികളാണ് നമ്മൾ പലപ്പോഴും
ബ്രെയിൻ ട്യൂമർ സർജറിയിൽ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ആധുനിക ചികിത്സയിൽ സർജറിക്ക് ശേഷമുള്ള ഔട്ട്കം തന്നെ പേഷ്യൻസിന് വളരെ നല്ലതായിട്ടാണ് കാണുന്നത്. പലപ്പോഴും ഈ ട്യൂമറുകൾ വളരെ താമസിച്ച് കണ്ടുപിടിക്കപ്പെടുന്നത് കൊണ്ടും അതിൻ്റെ വലിപ്പം കൂടുതലായതുകൊണ്ടും പൂർണ്ണമായും നീക്കം ചെയ്യാൻ സാധിക്കാത്ത മുഴകളിൽ നമ്മൾ റേഡിയേഷൻ തെറാപ്പിയോ അല്ലെങ്കിൽ കീമോതെറാപ്പിയോ ടാബ്ലറ്റുകളോ ഒക്കെ കൊടുക്കാറുണ്ട്. അത് എങ്ങനെയാണ് എന്ന് തീരുമാനിക്കുന്നത് ആ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്തെ ട്യൂമറിൻ്റെ അവസ്ഥയും ഓപ്പറേഷൻ ചെയ്തതിന് ശേഷമുള്ള സ്കാനിങ്ങിൽ ട്യൂമറിൻ്റെ അവസ്ഥയും കാര്യങ്ങളും ഒക്കെ കണ്ടിട്ടാണ് നമ്മൾ മുമ്പോട്ടേക്കുള്ള ചികിത്സകൾ തീരുമാനിക്കുന്നത്. അതുപോലെ തന്നെ പ്രോപ്പറായിട്ടുള്ള ഒരു ബയോപ്സി റിപ്പോർട്ട് വന്നതിന് ശേഷമായിരിക്കും ട്യൂമറിൻ്റെ ചികിത്സകൾ നമ്മൾ നിർണ്ണയിക്കുന്നത്. കുട്ടികളിൽ ട്യൂമർ ഉണ്ടാവില്ല എന്നുള്ളൊരു തെറ്റിദ്ധാരണയുണ്ട് ബ്രെയിൻ ട്യൂമറുകൾ. പക്ഷേ കുട്ടികളിൽ ഉണ്ടാവുന്ന ട്യൂമറുകളും വളരെ സാധാരണമായി കാണുന്നുണ്ട്. അത് ഇതുപോലെയുള്ള രോഗലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് സ്കാനിങ്ങുകളും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ കുട്ടികളിലുണ്ടാകുന്ന ചികിത്സകളും ട്യൂമറുകൾക്കും കൃത്യമായി നമുക്ക് ചികിത്സകൾ കൊടുത്ത് അവരെയും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട കാര്യം.